നിർമ്മാണം പൂർത്തീകരിച്ച കാവശ്ശേരി വടക്കേനട പത്തനാപുരം പാലം നാടിനു സമർപ്പിച്ചു. 8,82 ലക്ഷം രൂപ ചെലവിൽ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല, പക്ഷേ ചിലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷം അവർ അറിയിക്കുകയാണ്. LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കി വെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. PP സുമോദ് MLA അധ്യക്ഷനായ ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T കണ്ണൻ, കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാരാജൻ, തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗംഗാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം K രജനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചീഫ് എഞ്ചിനീയർ ഹൈജിൻ ആൽബർട്ട് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ് നന്ദിയും പറഞ്ഞു.